കൂട്ടുകാരെ, എല്ലാവർക്കും പിങ്കി VR Log 2 പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമാ നടിമാരുടെ ആദ്യത്തെ ചിത്രങ്ങളാണ്. അവർ ആദ്യമായി സിനിമയിൽ അഭിനയിച്ച ആദ്യ സിനിമ 1991 കാവ്യമാധവന്റെ ചിത്രമായിരുന്നു പൂക്കാലം വരവായി എന്ന സിനിമ. നവ്യ നായരുടെ ആദ്യ സിനിമ മഴത്തുള്ളി കിലുക്കമായിരുന്നെങ്കിലും 2001 പുറത്തിറങ്ങിയ ഇഷ്ടമായിരുന്നു റിലീസ് ചെയ്ത സിനിമ. മീര ജാസ്മിൻ 2001 സൂത്രധാരൻ എന്ന ചിത്രത്തിലായിരുന്നു അഭിനയിച്ചത്. സമ്പ്രദാസനിൽ 1998 അയാൾ കഥ എഴുതുകയാണ്. സംയുക്ത വർമ്മ 1999 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഗോപിക 2002 പ്രണയമണിത്തൂവൽ എന്ന ചിത്രത്തിലായിരുന്നു അഭിനയിച്ചത്. അനന്യ 1995 വൃദ്ധന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രം. മഞ്ജു വാര്യർ 1995 സാക്ഷ്യം എന്ന ചിത്രത്തിലായിരുന്നു. ദിവ്യ ഉണ്ണി 1987 നീ എത്ര ധന്യ. നിത്യദാസിന്റെ ആദ്യ ചിത്രം 2001 ഈ പറക്കം തളിക എന്ന ചിത്രം. കാർത്തികയുടെ ആദ്യ സിനിമയായിരുന്നു 2001 ഇറങ്ങിയ കാസി എന്ന ചിത്രം. പ്രിയ 2004 വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയുടെ തെലുങ്ക് പതിപ്പിലായിരുന്നു അഭിനയിച്ചത്. ഗീതു മോഹൻദാസ് 1986 1 മുതൽ 0 വരെ എന്ന ചിത്രം. രാധിക 1992 വിയറ്റ്നാം കോളനി എന്ന ചിത്രം. ഭാവനയുടെ ആദ്യ ചിത്രമായിരുന്നു 2002 പുറത്തിറങ്ങിയ നമ്മൾ എന്ന സിനിമ. ഭാമയുടെ ആദ്യ ചിത്രമായിരുന്നു 2007 ഇറങ്ങിയ നിവേദ്യം എന്ന സിനിമ. നമിത പ്രമോദിന്റെ ആദ്യ സിനിമയായിരുന്നു 2011 ട്രാഫിക് എന്ന ചിത്രം. മീരാനന്ദന്റെ ആദ്യ ചിത്രം 2008 ഇറങ്ങിയ മുല്ല എന്ന സിനിമയായിരുന്നു. സനുഷ സന്തോഷ് 2000 ഇറങ്ങിയ ദാദാ സാഹിബ് എന്ന ചിത്രമായിരുന്നു സനുഷയുടേത്. ചിപ്പി രഞ്ജിത്ത് 1993 ഇറങ്ങിയ സോപാനം എന്ന സിനിമയായിരുന്നു. ജ്യോതിർമയി 2000 ഇറങ്ങിയ ചിത്രമായിരുന്നു പൈലറ്റ് എന്ന സിനിമ. ലെനയുടെ ആദ്യ ചിത്രമായിരുന്നു 1998 ഇറങ്ങിയ സ്നേഹം എന്ന ചിത്രം. നിത്യ മേനോന്റെ ചിത്രമായിരുന്നു 1998 ഹനുമാൻ എന്ന ഇംഗ്ലീഷ് ചിത്രം. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ആദ്യ ചിത്രമായിരുന്നു 2000 അരയന്യങ്ങളുടെ വീട്. നസ്രിയാൻ നസീമിന്റെ ആദ്യ ചിത്രമായിരുന്നു 2006 പളുങ്ക് എന്ന ചിത്രം. ജോമോളുടെ ആദ്യ സിനിമയായിരുന്നു 1989 ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം. മിയ ജോർജിന്റെ ആദ്യ സിനിമയായിരുന്നു 2010 ഒരു സ്മാൾ ഫാമിലി എന്ന ചിത്രമായിരുന്നു. മീന സാഗറിന്റെ ആദ്യ ചിത്രമായിരുന്നു നെഞ്ചങ്ങൾ 1982. അപ്പൊ നമ്മളുടെ ഈ പ്രിയപ്പെട്ട സിനിമാ നടിമാരുടെയൊക്കെ ആദ്യ സിനിമകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.